ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. നിയുക്ത MLA സ്ഥാനാർത്ഥി ടോണി ചെമ്മണിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. This news brought to you by Kalpaga Weddings, North Paravoor. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എടവനക്കാട് മെല്ലോവില്ലയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഘടകകക്ഷി നേതാക്കൾ, UDF പഞ്ചായത്ത് അംഗങ്ങൾ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് EK അഷ്റഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഗമത്തിൽ സംസ്ഥാനത്ത് UDF നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യത്തെയും വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ UDF ജയിക്കേണ്ടതിന്റെ ആവശ്യകതയെയും ചർച്ച ചെയ്തു. മണ്ഡലത്തിൽ UDF വിജയിച്ചു വരണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചതാണ്. കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല, കാരണം നമ്മളൊരു പ്രസംഗ വേദിയായിട്ട് ഇത് കൊണ്ടുപോകുന്നില്ല. നമ്മൾക്ക് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാമല്ലോ, മുസ്ലിം ലീഗ് അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എളിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇബ്രാഹിം മദിനി സൗഹൃദ സന്ദേശം നൽകി. UDF ചെയർമാൻ VK ഇക്ബാൽ, കൺവീനർ അലൻ ജോർജ്, സ്ഥാനാർത്ഥി ടോണി ചമ്മണി, DCC വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മുനമ്പം സന്തോഷ്, KPCC സെക്രട്ടറി KP ഹരിദാസ് മാസ്റ്റർ, DCC സെക്രട്ടറി MJ ടോമി, TA ജോസഫ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സഹദേവൻ ആന്റണി, UDF സെക്രട്ടറി സാലിഹ്, മണ്ഡലം പ്രസിഡന്റ് TP വിൽസൺ, കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ്, അജിത് കുമാർ, മുസ്ലിം ലീഗ് മണ്ഡലം നേതാക്കളായ MB ഫൈസൽ, KS അബ്ദുൽ സലാം, MH നസീർ, അൻസാർ KA, അയ്യൂബ് BM, സിയാദ്, ഉബൈദ് നൌഷാദ്, മുഹമ്മദ് ഫാസി, PH കബീർ, ഹാഷിം, സീനത്ത് നൌഷാദ്, മുസ്ലിം ലീഗ് വാർഡ് മെമ്പർ സുൽഫത്ത് ഗഫൂർ, KK യൂനസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്. ഒരു യോഗം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ നന്ദി അറിയിക്കുന്നു. വാസ്തവത്തിൽ എനിക്ക് ഏറെ അതിൽ സന്തോഷം തോന്നിയത് ഈ യോഗത്തിനിട്ട പേരാണ്. ഇത് സൗഹൃദ കൂട്ടായ്മ എന്നാണ് പറയുന്നത്, സൗഹൃദ സംഗമം എന്നാണ് അക്ഷമിക്ക പറഞ്ഞത്. ആ ഒരു സൗഹൃദ അന്തരീക്ഷമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വേണ്ടതായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാനാർത്ഥിത്വം എല്ലാം ഇടതുപക്ഷ മുന്നണിയെ വെച്ചു നോക്കുമ്പോൾ വൈകിയാണ് വന്നത്. ഞാനിവിടെ സ്ഥാനാർത്ഥി വരുന്നതിന് 10 ദിവസം മുമ്പേ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നാം പരിശോധിക്കുമ്പോൾ അവർക്കൊപ്പം പ്രചരണ രംഗത്ത് നമ്മളുമായി എന്നതിനെ ഞാൻ വിശ്വസിക്കുന്നത്. അത് നടത്തി തന്നത് നിങ്ങളാണ്. യഥാർത്ഥത്തിൽ പ്രചരണ രംഗത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് മാനസിക സംഘർഷമില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസിക സംഘർഷം ഇല്ലെങ്കിൽ മാത്രമാണ് സ്ഥാനാർത്ഥി ആളുകളെ ചിരിക്കാനും പ്രവർത്തിക്കാനും ലഭിക്കുന്നത്. ഒരേ ഞാൻ പറയാം, വൈപ്പിൻ നിയോജകമണ്ഡലത്തിലേക്ക് കടന്നു പോകുന്നതിന് ശേഷം എനിക്ക് മാനസിക സംഘർഷം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ് കോൺഗ്രസിന്റെ അടുത്ത നേതാക്കന്മാർ. അവരോടെല്ലാം ഞാൻ വ്യക്തിപരമായി നല്ല ബന്ധവും നാളെ വരെ പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കൽ വൈപ്പിനിൽ സ്ഥാനാർത്ഥിയായി വരുമെന്നൊന്നും കണ്ടിട്ടില്ല. ഞാൻ പൊതുവിൽ മാന്യമായി സ്നേഹത്തോടെ എല്ലാവരോടും ബന്ധം സ്ഥാപിക്കുക എന്നതിൻ്റെ ഒരു ജീവിതത്തിലെ ശൈലിയായതുകൊണ്ട് ഒരുപക്ഷെ അത് അവർ എനിക്ക് തിരിച്ചു തന്നു.